ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈൻ ഹന്ന. മെഹന്തി കൊണ്ട് സൈസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് അല്ലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് രണ്ട് സൈസിൽ ഹെന്ന കോൺസ് ഉണ്ടാക്കുന്നതാണ്. അതിന്റെ നല്ലതും ചീത്തയായിട്ടുള്ള സൈഡ്സ് എല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. എന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുത്തിട്ടുള്ളത് നോർമൽ ഷീറ്റ്സ് ആണ്. ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് നോർമൽ ഷീറ്റിൽ തന്നെ മൈക്രോൺസ് കുറച്ച് കൂടിയത്, അതായത് 27 മൈക്രോൺ ആണ് ഈ ഷീറ്റ് വരുന്നത്. സാധാരണ നോർമൽ ഷീറ്റ്സ് വരുന്നത് 25 മൈക്രോൺ ആയിരിക്കും, ഇത് 27 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു പ്രിന്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. മെഹന്തി കോണിന്റെ സൈസ് ചേഞ്ച് ആക്കാൻ വേണ്ടി പല കട്ടിംഗ് മെത്തേഡ്സും യൂസ് ചെയ്യാം. ഇന്ന് ഞാൻ കാണിക്കുന്നത് രണ്ട് ടൈപ്പിലായിട്ടാണ് ഷീറ്റ്സ് കട്ട് ചെയ്യുന്നത്. ഈ രണ്ട് കട്ടിങ്ങിലൂടെ നമുക്ക് ഷോർട്ട് ആയിട്ടുള്ളതും പിന്നെ ലോങ് ആയിട്ടുള്ള കോൺസ് ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് സൈസിലുള്ള കോണാണ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ചോയ്സും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഒരു ഷോർട്ട് കോൺ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഒരു ഫുൾ ഷീറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ നേരെ ഹാഫ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. ഇനി ഇതിനെ ഹാഫ് ആക്കി ഫോൾഡ് ചെയ്യുക. ലാസ്റ്റ് ഒന്നും കൂടി ഫോൾഡ് ചെയ്താൽ കട്ട് ചെയ്യുന്ന ഷീറ്റ് റെഡി. ഇനി നമ്മളൊരു പേപ്പർ കട്ടറോ അല്ലെങ്കിൽ ഒരു പെൻ നൈഫോ യൂസ് ചെയ്തിട്ട് എല്ലാ ഫോൾഡിങ്സും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ പെൻ നൈഫാണ് എടുക്കുന്നത്. പെൻ നൈഫ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ലോണം ശ്രദ്ധിച്ചിട്ട് കട്ടാക്കണം. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ തന്നെ നമ്മൾ റോളാക്കുന്ന സമയത്ത് കോൺ ടിപ്പ് നീറ്റിൽ കിട്ടൂല. നമ്മൾ ഷോർട്ട് കോൺ ഉണ്ടാക്കുന്ന സെല്ലോഫെൻ ഷീറ്റിൽ റെഡി ആയിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ 0.38 mm പിന്നാണ് എടുക്കുന്നത്. ഒരു സെല്ലോ ടേപ്പും പിന്നെ ഡിസ്പെൻസറും അതിനായിട്ട് ആവശ്യമുണ്ട്. നിങ്ങളൊരു ബിഗിന്നർ ആണെങ്കിൽ കോൺ റോൾ ചെയ്യുന്ന ഒരു ഈസി വേ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങളെ ലെഫ്റ്റ് തമ്പ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഷീറ്റിന്റെ ആ ഒരു പോയിന്റ് നിന്നാണ് നമ്മൾ റോൾ ആക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. റോൾ ആക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയലുണ്ട്, വളരെ സ്ലോ ആയിട്ട് റോൾ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് കോൺ തന്നെ എന്തായാലും റോൾ ആക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു പിൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ പിന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. ഈ ഒരു ഭാഗത്ത് കുറേ സെല്ലോ ടേപ്പ് ഒട്ടിക്കാണ്ടിരിക്കാനും നോക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കോൺ ഇടുന്ന സമയത്ത് സ്റ്റക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം പിന്ന് റിമൂവ് ചെയ്യുക. ഇനി മേലെ ഭാഗത്ത് ഒരു ടേപ്പ് കൂടി ഒട്ടിക്കാനുണ്ട്. അത് കുറച്ചൊരു 1 ഇഞ്ച് ലെങ്ത്തിലെങ്കിലും എടുക്കണം. അപ്പം നമ്മുടെ ഷോർട്ട് കോൺ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ലോങ് കോണും ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമ്മൾ കട്ടിങ്ങിൽ ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെല്ലോഫെൻ ഷീറ്റ് നമ്മളൊരു ഫുൾ ഷീറ്റ് തന്നെ എടുക്കുന്നുണ്ട്. അതിന് ഇതുപോലെയാണ് ഫോൾഡ് ചെയ്യുന്നത്. നേരത്തെ ഫോൾഡ് ചെയ്ത രീതിയല്ല, ഇത് ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നേരെ വീണ്ടും പകുതിയായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മെഷർമെന്റിലാണ് ഞാൻ എപ്പോഴും സെല്ലോഫെൻ കട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു ഷീറ്റിന്റെ സൈസാണിത്. റെക്ടാങ്കിളിലാണ് ഇത് വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി വേറെ ഒരു മെഷർമെന്റും ഇതുവരെ സെറ്റ് ആയിട്ടില്ല. ഈ ഒരു മെഷർമെന്റിൽ ചെയ്താൽ മാത്രമേ എനിക്കൊരു നല്ലൊരു കോണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലുള്ളൂ. അതായത് 25 to 27 ഗ്രാം ഫില്ല് ചെയ്യുന്ന സമയത്താണെങ്കിലും അതൊരു 1-2 ഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയാലും സീൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെഷർമെന്റിന് ഒരു പ്രശ്നവും വരില്ല. അതേസമയം നമ്മൾ ഷോർട്ട് കോൺ ഉണ്ടാക്കുന്നതിന്റെ മെയിൻ റീസൺ, നമ്മളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഷോർട്ട് കോൺ യൂസ്ഫുൾ ആകും. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷെ സെയിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനല്ല, നമ്മളെ കോൺസ് എല്ലാം ഒരു ഈവൺ സൈസിൽ ഉണ്ടാവുന്നതായിരിക്കും കുറച്ചും കൂടി കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക. ഈ രണ്ട് കോൺസിലും എൻ്റെ ഫേവറേറ്റ് ഏതാന്ന് ചോദിച്ചാൽ രണ്ടുമാണ്. കാരണം നമ്മളൊരു മെഹന്തി വർക്ക് ചെയ്യുമ്പം ഷോർട്ട് കോൺ ആയിരിക്കും കുറച്ചും കൂടി നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവാൻ. അതേസമയം സെയിലാക്കുന്ന സമയത്ത് ലോങ് കോൺ തന്നെയാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ രണ്ട് കോണും ഫില്ല് ചെയ്യുന്നതും അതേപോലെ സീൽ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് കോണിൽ നമുക്ക് 20 ഗ്രാംസും ലോങ് കോണിലാണെങ്കിൽ 27-28 ഗ്രാംസ് എല്ലാം ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ സാധാരണ കോൺ ടിപ്പ് ഒരു സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കോണിൻ്റെ മേലെ ഭാഗത്ത് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളെ കോണിന് എന്തെങ്കിലും ലീക്കേജ് സംഭവം വരുന്നുണ്ടെങ്കിൽ അത് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിനെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അത് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നില്ല. അപ്പോൾ അടുത്ത സൺഡേ 2 മണിക്ക് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.